എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 ബ്രാൻഡിൻ്റെ ഐറ്റംസാണ്. ഒന്ന് വർദ്ധമാൻ്റെ ആണ്, മറ്റേത് ലാൽജിവാലയുടെ ഐറ്റംസ് ആണ്. വർദ്ധമാൻ്റെ തന്നെ പ്രോഷ്യൻ പ്രിൻറ്റും ലാൽജിവാലയുടെ വൈറ്റ് ഗോൾഡിലും ഡിസൈൻസാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വർദ്ധമാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു വർദ്ധമാൻ എവിടെ എന്നുള്ളത്. അപ്പോൾ ഡിസൈനിൻ്റെ പ്രശ്നമാണ്, നമുക്ക് നമ്മുടേതായ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഡിസൈൻസ് എടുത്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ വർദ്ധമാനം അത്യാവശ്യം എൻക്വയറി ഉണ്ട്, അതാണ് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. GST ഉൾപ്പെടെ 150 രൂപയാണ് ഒരു പീസിന് വരുന്നത്. അതിപ്പോൾ വർദ്ധമാന, രാഹുൽ, ലാൽജിവാല ഏതായിക്കോട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും വില 150 രൂപയാണ് വന്നോളൂ. 153, 157 അങ്ങോട്ടൊന്നും റേറ്റ് പോകുന്നില്ല കേട്ടോ. പക്ക വർദ്ധമാൻ തന്നെയാണ്. മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ട് ഇങ്ങനെ 150 രൂപയ്ക്ക് വർദ്ധമാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ പ്രിൻറ്റ് ചെയ്തേക്കണതും കാണിക്കുന്നുണ്ട്. ഒറിജിനൽ വർദ്ധമാൻ തന്നെയാണ് കേട്ടോ, അതിനകത്ത് വേറെ കളിപ്പീര കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ മെറ്റീരിയൽ എടുക്കുന്നവർക്ക് അറിയാം എന്തുമാത്രം ഇതുണ്ടെന്നുള്ളത്. എല്ലാ മെറ്റീരിയലും ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും വർദ്ധമാൻ്റെ ഒറിജിനലാണെങ്കിൽ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വിൽക്കുന്ന എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് രാഹുൽ, വർദ്ധമാൻ, ലാൽജിവാല, മഹാവീർ, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരേ ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം ഫസ്റ്റ് ഗ്രേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതും ഇപ്പോൾ വർദ്ധമാനം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല, എല്ലാം സെയിം ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യുന്ന ഐറ്റംസാണ്. പല കമ്പനികളിൽ ഇറക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില ഡിസൈൻസൊക്കെ രാഹുൽ ആദ്യം വന്നതായിരിക്കും പിന്നീട് വർദ്ധമാനിലൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മിനിമം 10 പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസൈൻസ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിനകത്ത് ഡിസൈൻസ് അയച്ചു തരാം. ഹോൾസെയിൽ വേണ്ടവർ ഹോൾസെയിൽ നമ്പറിലും റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 പീസ് എടുക്കുന്നതിന് മാത്രമാണ് കേട്ടോ. അതിൻ്റെ താഴെയുള്ള എല്ലാം റീറ്റെയിലായിട്ടാണ് ബില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും കേൾക്കുന്ന കുറേ കമ്പനികളുണ്ട്. വർദ്ധമാൻ, രാഹുൽ, ശൈലജ, യൂണിവേഴ്സൽ, പദംശ്രീ, DCM അങ്ങനെയൊക്കെ പറയുമ്പം ചിലർ ആ ഒരു പേരിനൊരു മുതലെടുപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ആ ഒരു പേരും കൊണ്ട് മുതലെടുപ്പ് നടത്തുന്നുണ്ട് ചില ബ്രാൻഡുകൾ. അപ്പോൾ നമുക്ക് ആ റേറ്റും കാര്യങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും തന്നെ ഒരു മാന്യമായ മാർജിൻ എടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് പല കോസ്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ചില റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ തന്നെ പല സ്ഥലത്തും പല റേറ്റ് ഒരു ഐറ്റത്തിന് തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിങ്ങും ഉണ്ട്. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയും ഷിപ്പിങ്ങും എല്ലാം പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർ നമ്മുടെ വർക്കിംഗ് ടൈമായിട്ടുള്ള രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുക. സൺഡേയ്സ് നമ്മൾ ഓഫാണ്. ഈ വീഡിയോ കാണുന്ന മെറ്റീരിയൽസ് അല്ലാതെ വേറെയും മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ആരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്മുടെ ഡിസൈൻസ് ചോദിച്ചാൽ മതി. ഏറ്റവും പെട്ടെന്ന് തന്നെ ഡിസൈൻസ് അയച്ചു തരും. ഡിസൈൻസ് അയച്ചു തന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 മണിക്കൂർ അതിനുള്ളിൽ തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം. നിങ്ങൾ ഡിലേ ആവുന്നതനുസരിച്ച് ഓർഡറും ഇങ്ങനെ ഓരോരുത്തർ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഓരോ ഡിസൈൻസ് തീർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയുന്നത്. ഓർഡർ തിരിച്ചയക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക. ഇന്ത്യ പോസ്റ്റ് ആണോ, കൊറിയർ ആണോ, പാഴ്സൽ സർവീസ് ആണോ നിങ്ങളുടെ കൂടെയുള്ള മെൻഷൻ ചെയ്തേക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ഓർഡർ തരും. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. മാക്സിമം ഓർഡേഴ്സും പേയ്മെൻറ്റ് ചെയ്യണ ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യ പോസ്റ്റിലോ അല്ലെങ്കിൽ പാഴ്സലിലൊക്കെ അയക്കേണ്ട ഓർഡേഴ്സാണ് അടുത്ത ദിവസത്തേക്ക് അയക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനുള്ളിൽ നമ്മൾ ഐറ്റം കൊടുക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2:30 കൊടുത്താൽ മാത്രമാണ് അവർ അന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ നമുക്ക് എങ്ങനെ പോയാലും ആ ഒരു സമയത്തിനുള്ളിൽ അയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത ദിവസം എന്ന് പറയുന്നത്. പാഴ്സൽ ഏതാണ്ട് ഒരു അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ബുക്ക് ചെയ്താലും അടുത്ത ദിവസത്തേക്കാണ് അവിടെ നിന്ന് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈം ഇത് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സംസാരിച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.